നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ദ്വിതീയ സ്കന്ധം അധ്യായം 4 13 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ശന്തനു എന്ന മഹാഭിഷ മഹാരാജാവ് ഒരിക്കൽ കാട്ടിൽ നായാട്ടിന് പോയപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. അച്ഛൻ പറഞ്ഞതോർമ്മിച്ച് ആ സ്ത്രീയെ അദ്ദേഹം ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഗംഗാദേവിയാണെന്ന് ശന്തനു മഹാരാജാവിന് തീരെ മനസ്സിലായില്ല എങ്കിലും അത് പ്രദീപപുത്രനായി പിറന്ന മഹാഭിഷനാണ് എന്ന് ഗംഗയ്ക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഗംഗാദേവി പറഞ്ഞു, പ്രദീപ രാജാവിൻ്റെ പുത്രനാണ് അങ്ങെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഭർത്താവാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാനൊരു പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിലെ ഭർത്താവിനെ സ്വീകരിക്കൂ. ആ പ്രതിജ്ഞ അവിടുന്ന് സമ്മതിച്ചാൽ ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാം എന്ന് പറയുന്നു. ശുഭമായാലും അശുഭമായാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും അങ്ങ് നിഷേധിക്കരുത്, അപ്രിയമായി ഒന്നും പറയുകയും അരുത് എന്ന് ഗംഗാദേവി ശന്തനുവിനോട് പറയുന്നു. ഇനി വീണ്ടും എന്താണ് തുടർന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്ലോകം 14. യഥാ ചത്വം നൃപശ്രേഷ്ഠ ന കരിഷ്യസി മേ വച തഥാ മുക്താ ഗമിഷ്യാമി ശ്രേഷ്ഠദേശം ച മാരുഷാം. എൻ്റെ വാക്ക് അങ്ങ് അനുസരിക്കാതിരിക്കുന്ന ആ നിമിഷം അങ്ങയെ വിട്ടിട്ട് എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകുകയും ചെയ്യും. ശ്ലോകം 15. സ്മൃത്വാ ജന്മവസുനാം സാ പ്രാർത്ഥനാപൂർവകം ഹൃദി മഖാഭിഷസ്യ പ്രമാദ വിചിന്തൈവ ജാഹ്നവീം. തന്നിൽ ജനിക്കണമെന്ന് വസുക്കൾ പ്രാർത്ഥിച്ചത് മനസ്സ ഓർമ്മിച്ചും മഹാഭിഷൻ്റെ പ്രേമാതിരേകത്തെക്കുറിച്ച് ചിന്തിച്ചും കൊണ്ട് ഗംഗാദേവി ഇങ്ങനെ പറഞ്ഞു. ശ്ലോകം 16, 17. തഥേത്യുക്താഥ സാ ദേവി ചകാര നൃപതിം പതിം ഏവം വൃതാ നൃപേണാഥ ഗംഗാമാനുഷരൂപിണി. ശ്ലോകം 17. നൃപസ്യ മന്ദിരം പ്രാപ്ത സുഭഗാവരവർണിനി നൃപതിസ്ത്വാം സമാസദ്യ ചിക്രീഡോപവനേ ശുഭേ. ശ്ലോകം 16, 17 അർത്ഥം. അങ്ങനെ ആവാമെന്ന് രാജാവ് പറഞ്ഞത് കേട്ട ഗംഗാദേവി രാജാവിനെ ഭർത്താവായി വരിച്ചു. ഇങ്ങനെ മനുഷ്യാകൃതി പൂണ്ട ഗംഗ രാജാവിനെ വരിച്ചിട്ട് സുഭഗയും മനോജ്ഞാംഗിയുമായ അവൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തി. രാജാവ് അവളോട് ചേർന്ന് ഉദ്യാനക്രീഡയിൽ മുഴുകി. ശ്ലോകം 18. സാപി തം രമയാമാസ ഭാവജ്ഞാ വൈവരാംഗന സ ബുബോധ നൃപക്രീഡൻ ഗതാൻ വർഷ ഗണാനഥ. ഭാവജ്ഞയായ സ്ത്രീരത്നം അദ്ദേഹത്തെയും ആനന്ദിപ്പിച്ചു. ക്രീഡാലോലുപനായ രാജാവ് വർഷങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. ശ്ലോകം 19. സതയാ മൃഗശാപാക്ഷ്യ ശച്യാ ശതക്രതുർയഥാ സാ സർവഗുണസമ്പന്ന സോപി കാമവിചക്ഷണഃ. ഇന്ദ്രൻ ശചിയോടൊത്തെന്ന പോലെ അദ്ദേഹം അവളോടൊത്ത് വിഹരിച്ചു. സർവഗുണങ്ങളും തികഞ്ഞവളാണ് അവൾ, അദ്ദേഹം കാമവിചക്ഷണനും. ശ്ലോകം 20. രമാദേ മന്ദിരേ ദിവ്യേ രമാനാരായണാവിവ ഏവം ഗച്ഛതി കാലേ സ ദധാര നൃപതേസ്തദാ.
ദിവ്യമായ രാജമന്ദിരത്തിൽ അവർ രമയും വിഷ്ണുവും പോലെ ക്രീഡാസക്തരായി കഴിഞ്ഞു. ഇങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ അവൾ രാജാവിൽ നിന്ന് ഗർഭം ധരിച്ചു. ശ്ലോകം 21. ഗർഭം ഗംഗാവസും പുത്രം സുഷുവേ ചാരുലോചന ജാതമാത്രം സുതം വാരി ചിക്ഷൈവൈവം ദ്വിതീയകേ. അവൾ രാജാവിൽ നിന്നും ഗർഭം ധരിച്ച് സുമുഖിയായ ഗംഗ വസുവിനെ പുത്രനായി പ്രസവിച്ചു. ജനിച്ച ഉടൻ തന്നെ ആ ശിശുവിനെ അവൾ കൊണ്ടുപോയി ഗംഗയിൽ എറിഞ്ഞു. രണ്ടാമത് പ്രസവിച്ചപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു. ശ്ലോകം 22. തൃതീയേഥ ചതുർത്ഥേഥ പഞ്ചമേ ഷഷ്ടയേവച സപ്തമേവാഹതേ പുത്രോ രാജാ ചിന്താപരോഭവത്. മൂന്നാമത്തെയും നാലാമത്തെയും അതുപോലെ അഞ്ചാമത്തെയും ആറാമത്തെയും പ്രസവത്തിലെ ശിശുവിനെ ഗംഗയിൽ എറിഞ്ഞു. ഏഴാമത്തെ പുത്രനും നഷ്ടമായപ്പോൾ രാജാവ് വളരെ ചിന്താക്രാന്തനായി. 22 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. അധ്യായം 4. ലോകാ സമസ്ത